കേരളത്തിൽ ശക്തമായ മഴ വരുന്ന സാഹചര്യത്തിൽ ഓരോ വർഷം ചെല്ലും തോറും പ്രകൃതി വിപത്തുകൾ കൂടി വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ മണ്ണിടിച്ചിൽ മൂലം എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. വർഷങ്ങളായി ഉണ്ടാകുന്ന കനത്ത മഴയും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമൊക്കെ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഈ വർഷം മണ്ണിടിച്ചിലിനുള്ള സാധ്യതകൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഭൗമശാസ്ത്രപരമായ ഘടന, പർവ്വതനിരകൾ, നദീസഞ്ചാരവുമാണ് മഴയെ നേരിടാൻ പ്രയാസം വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് ഉരുൾപൊട്ടലിന് കൂടുതൽ സാധ്യതയുള്ളത്. കാടുകൾ നശിപ്പിക്കുന്നതും അനിയന്ത്രിതമായ ഭൂമി ഉപയോഗവും ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നതായിട്ടാണ് കാണുന്നത്. അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ പലപ്പോഴും അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ഈ വർഷത്തെ അപകട സാധ്യത എത്രത്തോളം? മഴയുടെ കനത്ത പ്രകടനവും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം മഴകളും കണക്കെടുക്കുമ്പോൾ മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നിഷേധിക്കാനാകില്ല. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റികളും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. റവന്യൂ വകുപ്പും കാലാവസ്ഥാ കേന്ദ്രവും എടുക്കുന്ന മുന്നറിയിപ്പുകൾ കർശനമായി പാലിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാനാകൂ. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കിട്ടുന്ന ഓരോ സിഗ്നലുകളും, കിട്ടുന്ന ഓരോ അലേർട്ടും വ്യക്തമായ രീതിയിൽ ഉപയോഗിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ സംഭവത്തിന് തൊട്ടു മുൻപ് പലർക്കും ഇൻഫർമേഷൻ ലഭിക്കുകയാണ് മാറി താമസിക്കാൻ വേണ്ടി. എന്നാൽ പലരും രാത്രി ആയല്ലോ, ഇനി പിന്നെ ആകട്ടെ എന്ന് മടിച്ചു നിന്ന് അങ്ങനെയുള്ള അനുഭവങ്ങളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരും പറഞ്ഞത് നമുക്കറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ അലേർട്ട് മെസ്സേജുകളും കറക്റ്റായി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ മീഡിയ വ്യാപകമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതൊരു മാധ്യമമായി ഉപയോഗിക്കാവുന്നതാണ്. സമയബന്ധിതമായ മുന്നറിയിപ്പുകൾ കൈവരിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഇതെല്ലാം ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടം വരുന്നതിന് മുമ്പ് നമുക്കവിടെ നിന്ന് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. കാടുകൾ സംരക്ഷിക്കുക, നിയമവിരുദ്ധമായ ഭൂഉപയോഗം അവസാനിപ്പിക്കുക, വേണ്ടത്ര വോളണ്ടിയർമാരെ പരിശീലിപ്പിച്ച് ദുരന്ത സമയങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഉപയോഗിക്കുക. കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ പ്രകൃതിദത്ത സൗന്ദര്യം ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. പച്ചപ്പടർപ്പുകളുള്ള കാടുകളും മലനിരകളും ഒഴുകുന്ന നദികളും വെള്ളച്ചാട്ടങ്ങളും അടങ്ങിയ ഈ ഭൂപ്രകൃതി ദൈവത്തിൻ്റെ വരദാനം തന്നെയാണ്. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് ഏകദേശം 3000 മില്ലിമീറ്ററാണ്. ഇത് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളെക്കാളും കൂടുതലുമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ദക്ഷിണ പടിഞ്ഞാറൻ മഴക്കാലവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂണും കേരളത്തിന് ലഭിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സമയമാണ് ദക്ഷിണ പടിഞ്ഞാറൻ മഴക്കാലം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന ഈ മഴക്കാലമാണ് നാം സൂക്ഷിക്കേണ്ടത്. സ്ഥിരമായ മഴയുടെ അളവുകൾ വർദ്ധിക്കുമ്പോൾ പ്രകൃതിക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാകുന്നു. കൃത്യമായ നീരാമഴയും സംവിധാനങ്ങളും ഒരുക്കിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നു. മഴവെള്ളത്തിന് സഞ്ചരിക്കാനുള്ള വേണ്ടതായ പ്രായോഗിക സംവിധാനങ്ങളില്ലെങ്കിൽ ഭൂചലനം, ഉരുൾപൊട്ടൽ, നദികൾ കരകവിഞ്ഞൊഴുകൽ, അങ്ങനെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. 2018 കേരളം അനുഭവിച്ച വെള്ളപ്പൊക്കം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കനത്ത മഴയ്ക്ക് പിന്നാലെ ഏറ്റവും വലിയ 14 ഡാമുകൾ തുറക്കേണ്ടി വന്നതാണ് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമുണ്ടാക്കിയത്. സംസ്ഥാനത്തിൻ്റെ ഭൗമശാസ്ത്രപരമായ ഘടനയും അതിനോടൊപ്പം ഉണ്ടായ അനിയന്ത്രിതമായ ഭൂമി ഉപയോഗവും ദുരന്തത്തെ കൂടുതൽ ഗുരുതരമാക്കിയെന്ന് മനസ്സിലാക്കണം. 2019 വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലുകളിൽ നിരവധി ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 2020-21 വർഷങ്ങളിലും കനത്ത മഴയെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കങ്ങളും അനുഭവപ്പെട്ടു. ഈ എല്ലാ സംഭവങ്ങളിലും ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ പരിമിതി, അതുപോലെ മുൻകരുതൽ നടപടികളുടെ കുറവ് ഇത് വ്യക്തമായി കാണാം. അതിനാലൊക്കെ തന്നെയാണ് കൂടുതൽ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഭൗമശാസ്ത്ര വിദഗ്ധരുടെ നിർദ്ദേശം കറക്റ്റായിട്ട് പാലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാം. അവർ തരുന്ന മാപ്പ്, അതുപോലെ തന്നെ മണ്ണിടിച്ചൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില പ്രദേശങ്ങൾ
ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാനാകും. മാത്രമല്ല ഗ്രാമീണ തലത്തിൽ തന്നെ മുൻകരുതൽ സിസ്റ്റം അവതരിപ്പിക്കുക. ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അപകടത്തിന് തൊട്ടു മുൻപ് തന്നെ മാറാനുള്ള സാഹചര്യം രൂപപ്പെടുന്നതാണ്. മഴ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ അതിനു മുന്നിൽ നാം നിർഭാഗ്യവശാൽ ഒട്ടനവധി പരാജയങ്ങളും നേരിടേണ്ടി വരുന്നു. ഓരോ വർഷവും മഴക്കാലം നമ്മളെ ഒരു പരീക്ഷണ കണക്കിലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിനെ ചെറുത്തു നിൽക്കാനും നമ്മുടെ ഭൂമി സംരക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും കഴിയുന്നത് നമ്മുടെ കൽപ്പനകളും പദ്ധതികളും ഒരുമകളും മാത്രമാണ്. മുൻകാല ദുരന്തങ്ങളെ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഇനി വരാനിരിക്കുന്ന കാലങ്ങളെ നമ്മളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കണം. കേരളം ഒരു പ്രകൃതിയോടൊത്തുള്ള ജീവിതശൈലി സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ദുരന്തങ്ങൾ തടയാനാകൂ. പ്രതിരോധം തന്നെയാണ് രക്ഷ എന്ന സത്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്